ഗോളാഗോളം എന്ന് പറയുന്നത് അതൊരു ചൊല്ലിൽ നിന്നുണ്ടായ പേരാണ്. ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയും. ബാക്കിയുള്ള കളികളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബോളാണ് ഗോളം, ഗോളാ ഗോളം എന്ന ഒരു ഒറ്റ വാക്ക് നമ്മൾ കണ്ടെടുക്കുന്നത് അങ്ങനെ. ഇതിന്റെ ഒരു ആദ്യകാലത്ത് ഇതിന്റെ തുടക്കത്തില് ഒരു ക്യാമറ ഇതാണ്. ഞാനന്ന് ആക്ടർ ഒരു ക്യാമറ ഇതാണ്, ഇതിലൊരു ഷൂട്ട് ചെയ്ത ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഈ ക്യാമറയുടെ പാഷൻ ഇവനെ ക്യാമറ ചെയ്തത്. പക്ഷെ അവൻ വേറെ വഴി പോയി, ഞാൻ എന്റെ തലത്തില് ഈ പാഷൻ ഞാൻ മുറിവ് പിടിച്ചു. നമ്മള് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റ്, ഇന്ത്യൻ ടീം എന്തുകൊണ്ട് ലോകകപ്പ് കളിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാടടച്ച് വെടിവെച്ച് നമ്മളൊരു സിസ്റ്റം പോരാ എന്ന് പറയുന്ന ഒരു വാദമല്ലാതെ സിസ്റ്റം എന്തുകൊണ്ട് പോരാ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ സിസ്റ്റം എങ്ങനെയൊക്കെ ലെവലാക്കാം അല്ലെങ്കിൽ ശരിയാക്കാം എന്നുള്ളൊരു പ്രോപ്പർ മെസ്സേജ് കൂടി ഈ ഒരു സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതില് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മുത്ത്, അതുപോലെ തന്നെ തൊത്ത്, ഒരു കോച്ചും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരു കളിക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിയാണ് ഇതിലൊരു കേന്ദ്ര പ്രമേയമായിട്ട് വരുന്നത്. ബോളാഗോളം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് സിനിമയ്ക്ക്. ആ ഒരു സിനിമയുടെ സംവിധായകൻ അണിയപ്പുറത്തേക്ക് നമ്മളോട് സ്വാഗതം ചെയ്യാം. സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോ ക്യാമറമാനും സംവിധായകനുമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ സംവിധായകൻ തുടങ്ങാം. എന്താണ് ബോളാഗോളം? എന്തുകൊണ്ട് ഈ സിനിമ കാണണം? ഗോളാഗോളം എന്ന് പറയുന്നത് അതൊരു ചൊല്ലിൽ നിന്നുണ്ടായ പേരാണ്. ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയും. ബാക്കിയുള്ള കളികളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഫുട്ബോൾ ഈ ഭൂഗോളത്തിന്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബോളാണ് ഗോളം, ഗോളാ ഗോളം എന്ന ഒരു ഒറ്റ വാക്ക് നമ്മൾ കണ്ടെടുക്കുന്നത് അങ്ങനെ. അത് ഈ സിനിമയിൽ അത് അത്രമേൽ ആവശ്യമാണ്. ഈ സിനിമ ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഫുട്ബോൾ മാത്രമല്ല, അതിനകത്ത് ലൈഫ് വരുന്നുണ്ട്. കാരണം ഒരു മാച്ച് എന്ന് പറയുന്നത്, മാച്ച് ടൈം എന്ന് പറയുന്നത് മാക്സിമം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടാൽ പോലും 2 മണിക്കൂറുള്ളൂ. ബാക്കി 22 മണിക്കൂറും ജീവിതം തന്നെയാണ്. അപ്പോൾ അത് സിനിമയിലും അത് അങ്ങനെ തന്നെയാണ്. 2 മണിക്കൂർ കളിക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്, സെയിം ടൈം ഇമോഷൻസിനും ഇമ്പോർട്ടന്റ് ഉണ്ട്, ലൈഫിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ ലൈഫ് പോസിറ്റിവിറ്റി ഇൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ. ഫുട്ബോളും ജീവിതത്തിനും ഇടയിലെ കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് സിനിമ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഗോളാഗോളം. ഈ സിനിമ എന്തിന് കാണണമെന്ന് ചോദിച്ചാൽ, ഈ സിനിമ നമ്മള് ടിക്കറ്റ് സ്റ്റോക്കൺ എന്നുള്ളതാണ് സിനിമയുടെ മറ്റൊരു ബ്രാൻഡ്. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും അത് നമ്മുടെ സ്ക്രീനിൽ ഒരു സിനിമ കാണുക എന്നതിനപ്പുറത്ത് റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നുള്ളത് കൂടി സിനിമകളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുമായി മുന്നോട്ട് വരുന്നതിന് അതിന്റെ പേരിലാണ്. സംവിധായകന്റെ അടുത്ത സിനിമയാണ്. പക്ഷെ ക്യാമറമാൻ സീനിയർ ക്യാമറമാൻ ആണ്. കുറെ സിനിമകളായില്ലേ? ഇതിന്റെ 10ാമത്തെ സിനിമയാണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയമുണ്ടോ? ഒരു നാട്ടുകാരാണോ? ആക്ച്വലി എന്റെ നാട്ടുകാരാണ്, എന്റെ സുഹൃത്താണ്. ഞങ്ങൾ തൊട്ട് അടുത്ത വീടുകളാണ്. ഒരു കാര്യം ഞാൻ ഇടപെട്ട് പറയാം. ഈ സിനിമന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയാണ്. സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരാളാണ്. അത് ഈ സിനിമയില് ഇവന് ഫസ്റ്റ് പടം, അതിന് മുമ്പ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതില് സിനിമ ഒരു വ്യവസായം ഇപ്പൊ ഗവൺമെന്റ് പോലും പ്രഖ്യാപിച്ചതിക്ക് ഇപ്പൊ റീസെന്റ് ആണ്. അപ്പൊ ഇത് പൈസ ആണല്ലോ എന്തിനും ഒരു മൂലധനം. അത് എന്റെ നാട്ടിൽ ഇവനൊരു സ്ക്രിപ്റ്റ് പറയുമ്പോ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡയറക്റ്റിംഗ് ഞാൻ കാണുന്നത് ഇല്ല, അത് അതിലേക്കാ വരും. പക്ഷെ എനിക്ക് വേറെ കണക്ഷൻ ഉണ്ട്, ഇമോഷണലി കണക്ഷൻ ഉണ്ട്. അതായത് ഞാൻ എന്തൊക്കെ ആകുന്നെങ്കിലും അതിന്റെ ഒരു ആദ്യകാലത്ത് ഇതിന്റെ തുടക്കത്തില് ഒരു ക്യാമറ ഇതാണ്. ഞാനന്ന് ആക്ടർ ഒരു ക്യാമറ ഇതാണ്, ഇതിലൊരു ഷൂട്ട് ചെയ്ത ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഈ ക്യാമറയുടെ പാഷൻ ഇവനെ ക്യാമറ ചെയ്തത്. പക്ഷെ അവൻ വേറെ വഴി പോയി, ഞാൻ എന്റെ തലത്തില് ഈ പാഷൻ ഞാൻ മുറിവ് പിടിച്ചു. ക്യാമറയിലൂടെ ഇഷ്ടം തോന്നുന്നു. പണ്ട് എന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു ആന്റി ക്യാമറ കൊടുക്കുന്നത്, ആ ആന്റി ക്യാമറ ഇട്ടാണ് ഇപ്പാനെന്ന് പറഞ്ഞത്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്കിതില് റിലേറ്റ് ആകുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ ഈ സ്ക്രിപ്റ്റിലേക്ക് വരാം, ബോളാളത്തിൽ വരാം. എന്റെ അടുത്ത് ഇത് ഇപ്പം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ
സ്ക്രിപ്റ്റ് അല്ല, ആക്ച്വലി ഇങ്ങനെ പടം ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ അവിടെ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പറ്റില്ല, എനിക്ക് തിരക്കാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇവനെ അതിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് ലക്ഷ്യം. ഇവനത് അറിയാൻ പറ്റും. എനിക്ക് പേര്, ഞാൻ സിനിമയെ അങ്ങനെ നോക്കിക്കാണുന്ന ആളാണ്. അത് പ്രശ്നം തന്നെ. പിന്നെ ഇവനും എന്റെ കൂട്ടുകാരൻ കരീം, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ, ഇവരൊക്കെ എന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ട സബ്ജക്ട്. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റ് അയക്കാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് അയച്ച് വായിച്ചപ്പോ എന്റെ നാട് എനിക്ക് റിലേറ്റ് ആണ്, എന്റെ സബ്ജക്ട്. മീൻസ് ഇതിലൊരു ക്യാരക്ടർ പോലും ഞാനാണ്, വേറെ ആളെ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ആ പടം കാണുമ്പോ കാണുന്നവർക്ക് എത്തും, എന്റെ നാട്ടിലെ ആളുകൾക്ക് എത്തും, പുറത്താളുകൾ അറിയുന്നില്ല. പക്ഷെ ഇമോഷണലി ആ സ്ക്രിപ്റ്റിൽ ഞാനും ഭാഗം. ഈ ഇങ്ങനെ റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അതിൽ ഞാൻ അന്ന് ഖജാൻജിക്ക്, ആ ഗ്രൗണ്ടിന്, അത് ആ ക്ലബിന്റെ ഖജാൻജി. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി ഞാനും ഭാഗം. ഗ്രൗണ്ടിൽ പോയതിനു ശേഷം പിന്നെ ഞാൻ നാട്ടില് അധികം ഇമോഷണലി എനിക്കും കട്ടായിരുന്നു. നാടേ എനിക്ക് അങ്ങനെ ആയി. പിന്നെ കുറെ കാലം ഇപ്പൊ 12 വർഷമായിട്ട് കൊച്ചിയിലാണ്. ഇടയ്ക്ക് പോകും, ഇങ്ങനെ വർക്കില്ലാത്ത സമയത്ത് പോകും, ഇരിക്കും എന്നല്ലാണ്ട് നാട്ടിലോട്ട് ഒരു കണക്ഷൻ വിട്ടുപോയി. അതൊക്കെ ആ കണക്ഷൻ ഉണ്ടാക്കിയതാണ് ആ ഗ്രൗണ്ട്, ആ ക്ലബ്ബ്. ഇപ്പൊ ഈ സിനിമ കാരണം വീണ്ടും കണക്ഷൻ ആയി, വീണ്ടും കണക്ഷൻ ആവണം എന്നാണ് എനിക്ക്. അപ്പോ ഞാൻ എന്റെ റിക്വസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഒരു കാര്യം പറയാൻ, സിനിമന്റെ അപ്പുറത്തേക്ക് നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളൊരുപാട് പാഷനുള്ള ആളുകളുണ്ട്, പാഷന് മുറുകെ പിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഇവന്റെ കൂടെയുള്ള ഞാൻ ഇവന്റെ ഒരു പോസിറ്റീവ് കണ്ടു, ജിബ്രാന്റെ ഒരു പോസിറ്റീവ് കണ്ടെന്ന് വെച്ചാല് ജിബ്രാന്റെ കൂടെ അന്ന് ക്യാമറ ചെയ്തിരുന്ന ആളുകൾ ഇന്നും അതേ ഫീൽഡില് ഒരു സ്റ്റുഡിയോയില് ക്യാമറമാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ജിബ്രാൻ സെയിം ടൈം അവന് നമ്മളെ നാട് വിട്ടു പോയെങ്കിലും അവൻ നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ തുടങ്ങി, സ്റ്റുഡിയോയിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി, സിനിമ മോഹം ഉണ്ടായി, കുറെ ഒരുപാട് വെൽനോൺ ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് എല്ലാരും നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പൊ എന്റെ നാട്ടിൽ പോലും അവനെന്തോ സിനിമയില് എന്തോ ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ആളുകൾക്ക് കാഴ്ചപ്പാട് തിരുത്തിയത് എന്റെ ഒരു ഫസ്റ്റ് പടം വന്നപ്പോ ആദ്യത്തെ പടം ഏതായിരുന്നു? പീസ്, ജോജു പീസ്. അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി ഒരു ഫ്ലെക്സ്, അവന്റെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് പോയി ഓളാക്കി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത പടം. അന്ന് പോലും എനിക്ക് നാട്ടിൽ പോകാൻ പേടിയാ. എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആകുമ്പോൾ പോലും അയ്യോ അതിന്റെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു ക്യൂരിയോസിറ്റി ആളുകൾ എങ്ങനെ എടുക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോബ് ആണെങ്കിലും അതിന്റെ ഒരു പുറത്ത് ഔട്ട്സൈഡർ എങ്ങനെ എന്നുള്ളൊരു സാധനം ഇതല്ലേ. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ പോലും എനിക്ക് പേടിയാ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചാനലിൽ ഇരിക്കാറില്ല, ഇവൻ നിർദ്ദേശിച്ചോണ്ട് വന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ഇത് എന്റെ നാട്ടിലെ സബ്ജക്റ്റും ഞങ്ങളുടെ പിന്നെ ഇതില് ഒരുപാട് ബഡ്ജറ്റ് പടമല്ല, ബഡ്ജറ്റ് ഞങ്ങൾ നാടാണ്. ഐ മീൻ ഞാൻ വിളിച്ചാൽ വരുന്ന ആളുകൾ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രൗഡ്, ലോട്ട്സ് ഓഫ് ക്രൗഡാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എത്ര പൈസ ചെലവ്? അതാ പറഞ്ഞ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ നാടാണ്, നാട്ടിലെ ആളുകൾ, നാട്ടുകാരുടെ സഹായമാണ്. ഉറപ്പായിട്ടും. ഞാൻ ധൈര്യം എന്ന് പറഞ്ഞാൽ വരാൻ ആളുകളുണ്ട്. സിനിമ എന്നുള്ളത് നമ്മൾ വിളിച്ചാൽ അത് ഈ പടത്തിന്റെ ഗുണം ഒരുപാട് ചെയ്യും. ഭയങ്കര ചലഞ്ചിങ് വരുന്നത്. കാരണം എനിക്ക് മറ്റുള്ള പടങ്ങൾ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളായോ എത്തിയോ ക്യാമറ ഉണ്ടാക്കുക, ഓക്കെ ഞാൻ മാറുന്ന ആളെ കൊണ്ടുപോയി ഞാൻ പോകണം. അല്ല എല്ലാം അസോസിയേറ്റ് സെറ്റ് ചെയ്ത ശേഷം ക്യാമറമാനോട് എക്സാക്ട്. ഇത് അങ്ങനെയല്ല, ഇത് പ്രൊഡക്ഷൻ മാനേജറുടെ പണിയും ചെയ്യും. ഇതിൽ പ്രൊഡക്ഷൻ മാനേജർ അസോസിയേറ്റ് വന്ന് അവരെ കുറ്റം പറയാനില്ല, അവനെ ആ നാട് അറിയില്ല, എനിക്കും ഇവന് ആ നാട് അറിയാം. ഞാൻ വിളിച്ചാലേ ക്രൗഡ് പുള്ളിങ് ചെറിയ പരിപാടിയില്ല, ക്രൗഡ് എത്തിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ്. ഇനി എന്റെ നാട്ടിൽ പുതിയൊരു പടം ആയിട്ട് വരുമ്പോ ഞാൻ സലാം പറഞ്ഞ് ചെയ്യാന്ന് പറയും. കാരണം എനിക്ക് പേടി ഫസ്റ്റ് തുടക്കം മുതലേ ഇതേന്ന് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പേര് ശ്രീനാഥ്. എനിക്ക് സംവിധായകൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തായിരിക്കും. ശ്രീനാഥ് ISL കേരള പ്രീമിയർ ലീഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമാൻഡേറ്റർ ആണ്, പ്രൊഫഷണൽ കമാൻഡേറ്റർ ആണ്. അപ്പോ ഈ സിനിമക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അനസെടുത്തൊടിക പോലുള്ള ഇന്ത്യൻ ഡിഫൻഡർ ആയിട്ടുള്ള അനസെടുത്തൊടിക വന്നിട്ടുണ്ട്, അജയ് കൃഷ്ണ വന്നിട്ടുണ്ട്, പിന്നെ മുത്തൂറ്റ് FAന്റെ ഫുൾ ടീം ഉണ്ട്, അതേപോലെ മലബാർ FCന്റെ ഫുൾ ടീം ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തില് നമുക്ക് ഇതേപോലെ നമ്മളിപ്പോ ഇതിന്റെ കമന്ററി പറയാൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ശ്രീനാഥിനെ നമ്മൾ കാണുന്നത്. കാരണം ശ്രീനാഥ് ഇതിന്റെ കമന്റേറ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു പ്രൊമോട്ടറാണ്. ഇതിന്റെ ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് താമസിച്ചിട്ട് വരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ കടന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നമ്മളൊരു കുടുംബമായിട്ട് മാറി, ശ്രീനാഥനുമായിട്ട് അത്ര ഒരു റിലേഷൻ കൂടി മാറി. അത് ഒരിക്കലും കിട്ടില്ല. നമുക്ക് വേറെയും ഒരുപാട് കമന്റേറ്റേഴ്സ് ഉണ്ടാവാം, പക്ഷെ ശ്രീനാഥിനെ പോലെ നമ്മുടെ കൂടെ
കട്ടക്ക് ചങ്കായി നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കൂടിയാണ് നമുക്ക് ശ്രീനാഥിനെ കിട്ടിയത്. അതാണ് അതിന്റെ ഒരു ഇതില് വേറൊരു പ്രത്യേകത മ്യൂസിക്. ഗോപി സുന്ദർ എന്ന മ്യൂസിക് എങ്ങനെയാണ് അദ്ദേഹത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ്, ഗോപി സുന്ദർ നമ്മുടെ മനസ്സിൽ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ആളാണ്. ആക്ച്വലി അത് എനിക്കും പറയാനുണ്ട്. ഞാൻ ഇതിന്റെ എന്റെ അടുത്ത് ചോദിച്ചു, എനിക്കറിയാവുന്ന എന്റെ സർക്കിളിൽ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ സമീപിച്ചപ്പോ ആക്ച്വലി അവര് ഇത്തരം ഞാൻ പോലും ഈ പടം എന്നെ സമയത്ത് ബിഗ് ബഡ്ജറ്റാണ്. മീൻസ് ഒരു വർക്ക് എന്ന് പറയുന്നത് എന്നെ സമയത്ത് എല്ലാം സിനിമയാണ്. ലോ ബിഗ് അങ്ങനെ ഒരു കാറ്റഗറീസ് ഒന്നുമില്ല. മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരേ ഫ്രെയിംസുകളാണ്. അത് ആർട്ടിസ്റ്റ് മാറുന്നതാണ്, അത് ചൂസിങ് എങ്ങനെ ഏത് ബ്രദലോ ഡിപ്പെൻഡ് ആണ്. എന്താ വെച്ചാൽ ഈ സ്ക്രിപ്റ്റിന്റെ ഇത് കിട്ടുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞ ഒറ്റ കാര്യം ഇതുള്ളൂ, ഇതിൽ ആരാണ് നമ്മൾ ആർട്ടിസ്റ്റ് വെക്കുക എന്നുള്ള ചോദ്യം ചോദിച്ചത്. ആരാണ് ഇതിൽ നമ്മൾ ആർട്ടിസ്റ്റ് മീൻസ് എനിക്കറിയാം ഇതിന്റെ ബിസിനസ് അറിയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പടം എന്റെ തന്നെ പല തിയേറ്ററിലും ഓടാത്ത പടമാണ് ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ് വെച്ച ഉള്ള പടം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നീ ആ സ്ക്രിപ്റ്റ് അതൊന്ന് വായിക്കാം. അങ്ങനെ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് അന്ന് വായിച്ച ഒരു ജസ്റ്റ് സില്ലി ആയിട്ട് കണ്ട ഒരു സംഭവം. വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതില് ആർട്ടിസ്റ്റ് അല്ല ഈ സബ്ജക്റ്റ് ഒരു ഇത്. ഞാൻ ഒരു കുറച്ച് ഒക്കെ നമ്മൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബും എനിക്ക് സ്റ്റുഡിയോ ഇപ്പോഴും ഞാൻ വന്ന വഴി മറക്കാത്തതുകൊണ്ട് എന്റെ നാട്ടിലൊരു സ്റ്റുഡിയോ എന്റെ അനിയനാണ് അതുകൊണ്ട് നടക്കില്ല. അപ്പൊ അത് അവിടെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ എന്തൊക്കെ സിനിമ പുറത്തുണ്ടെങ്കിലും ഞാനത് മറക്കൂല. അപ്പൊ അതുകൊണ്ട് എന്റെ നാട്ടിലൊരു സോഷ്യലും കൂടി ഞാൻ കാണുന്നു. ആ നാട്ടിലൊരു ഉപകാരം കിട്ടുന്ന രീതിയിൽ അതിലൂടെ ഒരു കുടുംബം അനിയന്റെ ആണെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്നില്ല എനിക്ക് വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ തുടക്കാവുന്നതാണ് അത്. ആ തുടക്കത്തിൽ ഭാഗമാണ്. എന്റെ പേര് പോലും ജിബ്രാൻ എന്നുള്ള ടൈറ്റിൽ പോലും ഇട്ടത് തന്നെ. ഐ മീൻ അതിന്റെ സ്റ്റുഡിയോയുടെ പേര് ജിബ്രാൻ സ്റ്റുഡിയോ എന്ന പേര് ഷമീർ എന്നാണ്. പക്ഷേ അതായത് നാട്ടിൽ നിന്ന് അതിന്റെ രസകരമായ പറ്റിയ കഥ, നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഷമീർ കുറെ ഷമീറുണ്ട്. അപ്പൊ ജിബ്രാൻ സ്റ്റുഡിയോ അങ്ങനെ റിലേറ്റഡ് എല്ലാവരും ജിബ്രാൻ അവിടുന്ന് വിളിക്കലോ. അങ്ങനെ പിന്നീട് വന്നപ്പോ ഇൻഡസ്ട്രിയിൽ അടക്കം ജിബ്രാൻ തന്നെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഷമീർ എന്നുള്ള പേര് ഞാൻ ഇന്നലെ പറഞ്ഞു. എനിക്കും ജിബ്രാൻ ഷമീർ എന്നാണ്. ഞാൻ ഇട്ട സിനിമയ്ക്ക് വേണ്ടി ഇട്ട. ആക്ച്വലി ഞാൻ ഷമീർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ജിബ്രാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരൊക്കെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് റെക്കഗ്നൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേരൊക്കെ. അപ്പൊ അതിലും കൂടി അവന് ഭാഗമാണ്. ആ പേരിട്ടതും ടൈറ്റിൽ വെച്ചതും അതിന് ഡിസൈൻ ചെയ്തെന്ന് പോലും അവൻ ഗോപിസുന്ദറിലേക്ക് എത്താം. എന്നെ സമയത്ത് കുറെ എന്റെ നെറ്റ്വർക്കിലേക്ക് ഞാൻ പറഞ്ഞപ്പോ അവര് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇതന്നെ പറഞ്ഞു, ഇത്ര വെള്ളി പിടിക്കണോ ശരിയായി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഗോപിസുന്ദരവൻ പറഞ്ഞപ്പം നടക്കും തോന്നില്ല ബാബു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇതിനെ ഉറക്ക വെച്ചതിന്റെ പിന്നാലെ ആൾക്ക് മെസ്സേജ് ചെയ്ത് ഇത് സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് പുള്ളിക്കും മനസ്സിലായി കണക്ട് ആയി. അത് ബാർഗെയിനിങ് ഇല്ലാത്ത രീതി. ബാക്കി ഇപ്പം പറയും. ഗോപിച്ചേട്ടന്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ആണ് ആദ്യം ചെയ്തത്. പ്രൊഡക്ഷൻ സംസാരിച്ചത് പോകാൻ പറഞ്ഞു, സിനിമക്ക് പറഞ്ഞു, മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞു, നമുക്ക് നല്ല ആളുകളായിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാതെ ഗോപിച്ചേട്ടൻ മുന്നേ അത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ക്യാപ്റ്റൻ സൂര്യ വെച്ചിട്ടുള്ള സത്യൻ സാർ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഗോപിച്ചേട്ടനോളം മലബാർ പിടിച്ചിട്ടുള്ള പിന്നെ ആണെങ്കിലും ഉസ്താദ് ഹോട്ടലാണെങ്കിലും ഒക്കെ ഗോപിച്ചേട്ടൻ മാസ്റ്ററാണ്. അപ്പോ ഗോപിച്ചേട്ടൻ, പക്ഷെ നമുക്കറിയാം ഗോപിച്ചേട്ടന്റെ ഉയരം നമുക്ക് കയറാവുന്ന ഒരു ഉയരമല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നോക്കി. അന്ന് ഹൈദർ ഖാന്റെ ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഹൈദർ അലി അത് തന്നെ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ഗോപിച്ചേട്ടന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു. അപ്പൊ ഗോപിച്ചേട്ടൻ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തന്നു. ഞാൻ സാർ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, ഞാൻ ഇതാണ് സബ്ജക്ട്, ലിറിക്സ് റെഡിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ സബ്ജക്ട് ഓക്കെ ഉള്ള സബ്ജക്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിറിക് അയക്കാന്ന് പറഞ്ഞു. ലിറിക് അയച്ചു കൊടുത്തു. ഗോപിച്ചേട്ടൻ ഇങ്ങനെ വായിച്ചെന്ന് പറഞ്ഞു, പെന്ത് പന്തോന്ന് പുതിയ വാക്കുകളോ കൊള്ളാലോ എന്താണ് സാധനം അത് പറഞ്ഞു. ഇതിന്റെ എല്ലാ പഠന ലിറിക്കും ലിറിക്സ് എല്ലാത്തിനും ലിറിക്ക് പിന്നെ ഗതികോട് കൊണ്ട് എഴുതി പോയതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ പിന്നെ ഇത് കളറാക്കണല്ലോ, കൊമേഴ്ഷ്യൽ കളറാക്കണം. നമ്മൾ ഡോക്യുമെന്ററി അല്ല പറയേണ്ടത്, നമുക്ക് യൂത്തിനോടെ പറയേണ്ടത്. അപ്പൊ ആ ഒരു വൈബില് പറയണം. അപ്പോ പാട്ടുകൾ വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു പാട്ട് എന്നുള്ള അങ്ങനെ കണക്ട് ചെയ്ത് പോയി. അങ്ങനെ 4-5 സോങ്സ് അതിനകത്ത് വരുന്നുണ്ട്.
അപ്പോ അങ്ങനെ പിന്നെ വേറെ ആളെ അപ്രോച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം ഈ പ്രൊജക്ട് ഓണാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ അടുത്തേക്ക് പോകുമ്പോൾ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് സോങ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ AI വെച്ചിട്ട് എന്നിട്ട് മ്യൂസിക് ചെയ്തിട്ടാണ് നമ്മൾ പിച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ അതിനുവേണ്ടി ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ അത് പിന്നെ എല്ലാവരും കേൾപ്പിച്ചപ്പോൾ ലിറിക്സ് ഒക്കെയുള്ള ഗോപി ചേട്ടനും കൂടി പറഞ്ഞപ്പോൾ നമ്മൾ ആ ലിറിക് പിന്നെ വെച്ച് പോയി. പിന്നെ ലിറിക് ഗോപി ചേട്ടന് ചില ലൈൻസ് എടുക്കും, എന്നിട്ട് പിന്നെ മീറ്റർ മാറ്റും. അപ്പൊ അതെനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ മ്യൂസിക്കിന് വെച്ചിട്ട് റൈറ്റർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ പാട്ടുകളൊക്കെ ഗോപിച്ചേട്ടൻ നമ്മൾ കരുതുന്ന ലെവലിലേക്ക് അത് എത്തിച്ചു. 4 പാട്ടുകൾ ഗോപിച്ചേട്ടൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സാദിഖ് പന്തല്ലൂർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അവനും ഇതേപോലെ ഫിരിഷമി എന്ന് പറഞ്ഞ സോങ് ഇപ്പൊ നമ്മൾ ഔട്ട് ചെയ്തിട്ടുള്ള സോങ് ആണ്. അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർ സാദിഖാണ്. സാദിഖ് സുഹൃത്തും കൂടിയാണ്. അപ്പൊ സാദിഖ് ആ പാട്ടിന് അത് അങ്ങനെ തന്നെ എടുത്തു, ലിറിക്കൊന്നും മാറ്റാതെ അങ്ങനെ എടുത്തത്. അത് നമുക്ക് ഒരു എത്തുകാരനല്ല, ചെറിയൊരു എത്തി തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അത് കുറച്ചും കൂടി ഒരു ഇതാണ്. കാരണം അത് അങ്ങനെ തന്നെ നമ്മൾ എന്താണോ എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ വരും. മറ്റേതില് നമുക്ക് മീറ്ററിന് വെച്ച് പോകുമ്പോൾ ചില വാക്കുകൾ നമുക്ക് മിസ്, നമ്മൾ ചില സോള് മിസ്സായി പോകും. അങ്ങനെ ഒരു ഫീലും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 5 പാട്ടുണ്ട്. ഒരു പ്രൊമോ സോങ് അടക്കം 6 പാട്ടുകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടു. ഫുട്ബോൾ ഉണ്ട്, അതിന്റെ റാപ്പ് ഉണ്ട്, സ്നേഹം വരുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യത്യസ്ത വികാരങ്ങളുള്ള 6 പാട്ടുകളാണ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു സിനിമയിലുള്ള ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഒരു ഫാമിലി പോലെ തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ തവണ ഉണ്ടാവുക, എല്ലാ ദിവസങ്ങളിലും ഒരുമിച്ചാണ് കിടക്കുന്നത് പോലും. അപ്പം ആ ഒരു ലെവൽ ഓഫ് സൗഹൃദം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇൻഫാക്ട് നേരത്തെ ഷമീർക്ക പറഞ്ഞ പോലെ അതേ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ താരങ്ങളല്ല താരം, ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥയാണ് താരം. ഇപ്പൊ ഞാൻ ഇന്ത്യൻ ഫുട്ബോളിൽ സർക്യൂട്ടിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഇന്ത്യൻ ടീം എന്തുകൊണ്ട് ലോകകപ്പ് കളിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാടടച്ച് വെടിവെച്ച് നമ്മളൊരു സിസ്റ്റം പോരാ എന്ന് പറയുന്ന ഒരു വാദമല്ലാതെ സിസ്റ്റം എന്തുകൊണ്ട് പോരാ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അപ്പൊ സിസ്റ്റം എങ്ങനെയൊക്കെ ലെവലാക്കാം അല്ലെങ്കിൽ ശരിയാക്കാം എന്നുള്ളൊരു പ്രോപ്പർ മെസ്സേജ് കൂടി ഈ ഒരു സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതില് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മുത്ത്, അതുപോലെ തന്നെ തൊത്ത്, ഒരു കോച്ചും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരു കളിക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിയാണ് ഇതിലൊരു കേന്ദ്ര പ്രമേയമായിട്ട് വരുന്നത്. അപ്പൊ ഒരു കളിക്കാരനെ ചെറിയ പ്രായം മുതലേ ട്രെയിൻ ചെയ്യിച്ച് അവന്റെ എല്ലാ കാര്യത്തിനും അവന്റെ കൂട്ടത്തിൽ നടന്ന് ഈ പറയുന്ന ഒരു താരത്തെ, ഒരു നല്ല ഒരു പ്രാദേശിക താരത്തിൽ നിന്ന് ഒരു അന്തർദേശീയ താരത്തിലേക്ക് വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിലേക്കാണ് ബേസിക്കലി പോയിരിക്കുന്നത്. അപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്ലെയർ പൂൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാവണമെങ്കിൽ ചെറിയ തോതിൽ മുതൽ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ കളിക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം ജപ്പാനീസ് ഫുട്ബോൾ ടീം ലോകകപ്പ് ഇപ്പൊ ഈ ഒരു സീസണിൽ ഈ വർഷം കളിച്ചു. അവര് പണ്ടേ ഉണ്ടായിരുന്ന പ്ലാനുകളിൽ അവർ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു കഥ കൂടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടി പറഞ്ഞു വെക്കുന്നത്. അതായത് ചെറിയ പ്രായം മുതലേ കുട്ടികളിലേക്ക് ഈ പറയുന്ന ഫുട്ബോൾ ആവേശം എത്തിക്കുക. അതായത് ജാപ്പനീസ് TV അനീമുകളിൽ ഒരു ക്യാപ്റ്റൻ സുബാസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടികളിലേക്ക് ഫുട്ബോൾ എത്തിച്ചു, ചെറിയ കുട്ടികളിലേക്ക് ഫുട്ബോൾ എത്തിച്ചു. അപ്പൊ അതേ ഒരു എന്താണ് പറയുക മെസ്സേജ് തന്നെ ആയിരിക്കും ബോളാഗോളം ഈ പുതിയ തലമുറയിലേക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകർ തീരുമാനിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു.